പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് നിയമസഭാ കക്ഷിയോഗം ചേരാനാകാതെ ഇടതുമുന്നണി. ഉപനേതാവ് പദവി വേണമെന്ന് CPI നിർബന്ധം പിടിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലിനെ ഉപനേതാവാക്കാനാണ് CPM-ന്റെ നീക്കം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യ സഭാ സമ്മേളനത്തിന് മുൻപ് മുന്നണിയുടെ നിയമസഭാ കക്ഷിയോഗം ചേരാറാണ് പതിവ്. MLA-മാരുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നയപ്രഖ്യാപനവുമൊക്കെ കഴിഞ്ഞിട്ടും പ്രതിപക്ഷ മുന്നണിക്ക് കക്ഷിയോഗം വിളിക്കാൻ സാധിച്ചിട്ടില്ല. സാങ്കേതികമായി ഇല്ലാത്ത ഒരു പദവിക്ക് വേണ്ടിയാണ് CPM-ഉം CPI-യും തർക്കിക്കുന്നത്. നിയമസഭാ ചട്ടങ്ങളിൽ ഒരിടത്തും പ്രതിപക്ഷ ഉപനേതാവ് എന്ന പദവിയില്ല. എന്നാൽ 2006 മുതൽ രണ്ട് മുന്നണികളും ഉപനേതാവായി തങ്ങളുടെ മുതിർന്ന MLA-മാരെ ഉയർത്തിക്കാട്ടാറുണ്ട്. സഭാ നടപടികളിൽ പങ്കെടുക്കുമ്പോൾ സ്പീക്കർമാർ ഉപനേതാവ് എന്ന് സംബോധന ചെയ്യാനും തുടങ്ങി. G. കാർത്തികേയനും കോടിയേരി ബാലകൃഷ്ണനും MK മുനീറും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ അങ്ങനെ വിവിധ സർക്കാരുകളുടെ കാലത്ത് പ്രതിപക്ഷ ഉപനേതാക്കളായി. ഇടതുമുന്നണി ഭരണത്തിൽ വരുമ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനവും ഉപനേതൃപദവിയും CPM-ആണ് കൈവശം വയ്ക്കാറുള്ളത്. ഇത്തവണ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് ആദ്യമേ CPI ആവശ്യപ്പെട്ടു. അത് വിട്ടു നൽകാൻ കഴിയില്ലെന്ന നിലപാടാണ് CPM-ന്. എന്തായാലും CPM നിലപാടാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് ലഭിച്ചേ തീരും. അത് CPI ശ്രമിക്കുകയാണ്. CPM-ന്റെ നിയമസഭാ കക്ഷിയോഗം ചേരാനും ഇത്തവണ വൈകി. ഇന്നലെ ചേർന്ന യോഗം നിയമസഭാ കക്ഷി സെക്രട്ടറിയായി സജി ചെറിയാനെയും വിപ്പായി മുഹമ്മദ് റിയാസിനെയും തിരഞ്ഞെടുത്തു. എന്നാൽ ഉപനേതാവിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തില്ല. കൊട്ടാരക്കര MLA-യും മുൻ ധനമന്ത്രിയുമായ KN ബാലഗോപാലിനെ ഉപനേതാവാക്കാനാണ് CPM-ന്റെ തീരുമാനം. CPI തർക്കമുന്നയിക്കുന്നതിനാൽ അതിലേക്ക് കടക്കാനും കഴിയുന്നില്ല. പദവി CPM വിട്ടു നൽകിയാൽ ഒല്ലൂർ MLA-യും മുൻ റവന്യൂ മന്ത്രിയുമായ K. രാജൻ ഉപനേതാവാകും. BV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.